പഞ്ചാബിൽ വോട്ട് ചോരി എന്ന് രാഹുൽ ഗാന്ധി ഇപ്പോഴേ കരയാൻ തുടങ്ങുന്നു എന്നാണ് അമിത്ഷായുടെ പരിഹാസം. പക്ഷേ ഉള്ള കാര്യമാണ് സാർ, പഞ്ചാബിലും രാഹുൽ ഗാന്ധി ഉറപ്പായും പറയും വോട്ട് ചോരി നടന്നുവെന്ന്. കാരണം പഞ്ചാബിൽ കോൺഗ്രസ് അടിച്ച് പിരിഞ്ഞ് തമ്മിലടിച്ച് നേതാക്കൾ മൂന്നായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. മൂന്നായിട്ട് നിന്നുകൊണ്ട് വലിയ തമ്മിലടി നടക്കുന്നു. ജനപ്രീതി നാൾക്ക് നാൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അവിടെ പോരാട്ടം ശരിക്കും എ പിയും ബി ജെ പിയും തമ്മിലാണ്. കോൺഗ്രസ് അപ്രസക്തമായ പഞ്ചറായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് അവിടെ മാറിയിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ വേറെ ആയുധമൊന്നുമില്ല. ഉള്ളത് പഴയ മുനപോയ വോട്ട് ചോരി മാത്രമാണ്. അതുകൊണ്ട് കോൺഗ്രസിന് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? സാറിന് എന്ത് തോന്നുന്നു? പഞ്ചാബ് ഇലക്ഷൻ കോൺഗ്രസിൻ്റെ അന്ത്യകൂദാശ നടത്താനുള്ള ഒരു പരിപാടിയായിട്ട് മാറില്ലേ? അല്ല, അത് തീർച്ചയായിട്ടും എൻ്റെ ധാരണ അത് തന്നെയാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചൊരു നല്ല സംഘടന ഇന്നിപ്പോൾ അതിനില്ല. കാര്യവിവരമുള്ളവരാരും കോൺഗ്രസിനകത്തില്ല. കോൺഗ്രസിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ആളുകളാണ് കൂടുതൽ. നല്ല എക്സാമ്പിൾ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് എന്താണ് പറയേണ്ടത്, എപ്പോഴാണ് പറയേണ്ടത്, ആരോടാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, യാതൊരു നിശ്ചയമില്ല. എന്തെങ്കിലും വിവരക്കേട് വിളിച്ചു പറയുക. എല്ലാ സ്ഥലത്തും ഇലക്ഷനിൽ പരാജയപ്പെടുന്ന സമയത്ത് വോട്ട് ചോരിയുടെ ആരോപണം ഉന്നയിക്കും. അദ്ദേഹം അതേ സമയത്ത് ജയിച്ചു. ഇപ്പോൾ കേരളത്തിൽ ജയിച്ചല്ലോ അവര്. കേരളത്തിൽ ജയിക്കുന്ന സമയത്ത് ഇതൊന്നും പറയുന്നില്ല. എന്ന് മാത്രമല്ല, ഇലക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വലിയ ചില വീമ്പിളക്കിയുള്ള പ്രസംഗം നടത്തും. ഇതെല്ലാം കേരള സർക്കാർ പിന്നെ വരുന്ന പുതുതായിട്ട് വരുന്ന സർക്കാരുകളെ അവർ വെട്ടിലാക്കുന്ന ഏർപ്പാടല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകൾ സൗജന്യം അനുവദിച്ചു. ആരാ പ്രഖ്യാപിച്ചത്? അത് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അറിയാതെ കണ്ട് കാണിച്ച് വിവരക്കേട്, ആ വിവരക്കേട് തിക്തഫലം അനുഭവിക്കുന്ന കേരളം ഭരിക്കുന്ന സർക്കാരാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലുള്ള വിവരക്കേടുകൾ ഇദ്ദേഹം എല്ലാ സ്ഥലത്തും കാണിക്കുന്നു. തമിഴ്നാട്ടിൽ അദ്ദേഹം എന്താ കാണിച്ചേ? തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്റെ പരമ്പരാഗതമായിരിക്കുന്ന സഖ്യകക്ഷിയായിരിക്കുന്ന DMK അവർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സമയത്ത് നമ്മുടെ ജോസഫ് വിജയുടെ സർക്കാർ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്ന സമയത്ത് ഉടനെ സത്യപ്രതിജ്ഞയ്ക്ക് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞയ്ക്ക് എത്തുന്നു. തൻ്റെ 5 പേര് തൻ്റെ കൂടെയുണ്ട്, 2 പേര് മന്ത്രിയാക്കണി ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പരമ്പരാഗതമായിട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇന്ത്യ മുന്നണിയിൽ DMK ചതിച്ച പാരമ്പര്യമാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ളത്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ ബോധമില്ലാത്ത, രാഷ്ട്രീയ വിവരമില്ലാത്ത നിരവധി പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാവുന്ന, ഇപ്പൊ പഞ്ചാബിലടക്കമുള്ള സ്ഥലത്ത്, പഞ്ചാബിൽ ഒരു കാലത്ത് കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്നു. ആദ്യം അകാലിദൾ ഭരിച്ചിരുന്നു, പിന്നെ കോൺഗ്രസ്സുകാർ ഭരിച്ചു. ഇപ്പൊ AAP ഭരിക്കുക. ആ കോൺഗ്രസിന്റെ ഭരണത്തിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകളൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ നടപടികൾ യാതൊരു രാഷ്ട്രീയ വിവേചനത്തിന്റെ ഒരു ലക്ഷണം ഒരു വിവരം അദ്ദേഹത്തിന്റെ വാക്കുകളിലില്ല. തികച്ചും ഒരു രാജ്യത്തെ സംബന്ധിച്ച്, സംസ്ഥാനത്തെ സംബന്ധിച്ച് അതിൻ്റെ വികസനത്തിന് പ്രേരകമായിരിക്കുന്ന ഒരു ഘടകങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളില്ല എന്നുള്ളൊരു വലിയൊരു വസ്തുതയാണ്. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് തുടങ്ങിയല്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ തന്നെ പാരമ്പര്യം നോക്കിയാലേ രാഹുൽ ഗാന്ധിക്ക് എന്താ ഇതിന് അർഹത? അദ്ദേഹം കോൺഗ്രസിലാകെ എന്തൊക്കെ സ്ഥാനം വഹിച്ചിട്ടുള്ളത്? കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയായി, പിന്നെ നേരെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവണം, പ്രതിപക്ഷത്തിന്റെ നേതാവാകുന്നു. ഈ പറയുന്ന ആള് കഴിഞ്ഞ 10, 15, 20 കൊല്ലക്കാലം കൊണ്ട് കോൺഗ്രസിലുണ്ടായിട്ട് ഭാരതത്തിന്റെ യഥാർത്ഥമായിട്ട് പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന ഒരു ധാരണ ഈ മനുഷ്യനെ സംബന്ധിച്ചില്ല. അദ്ദേഹത്തിന്റെ ഒറ്റ ധാരണയുള്ളൂ. ഞാൻ പഴയ കാലത്തൊരു കടങ്കഥ പറയാറുണ്ട്. ഒരമ്മ പെറ്റ മക്കളൊക്കെ ആയിട്ടുള്ള തൊപ്പി വെച്ച മക്കളാന്ന് പറയും. അത് അടക്കയെക്കുറിച്ചാണ് പറയുക. ഈ അടക്കയെ പോലെയാണ് ഒരു തിയറി കോൺഗ്രസിന്റെ ഏകധാരണ. ഇതില് ഇന്ദിരാ കുടുംബത്തിൽ ജനിച്ച, നെഹ്റു കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനിച്ചവരൊക്കെ പ്രധാനമന്ത്രിമാരാകും. ഈ ഒരു ധാരണയാണ്. അത് മോത്തിലാൽ നെഹ്റു കൊണ്ടുവന്ന, അത് ജവഹർലാൽ നെഹ്റു തുടർന്നു, അത് ഇന്ദിരാഗാന്ധി തുടർന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ പൈലറ്റാണ് രാജീവ് ഗാന്ധി, അയാൾ പ്രധാനമന്ത്രിയായി. അത് കഴിഞ്ഞിട്ട് ഈ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് സോണിയാഗാന്ധിക്ക്, ഭാര്യയ്ക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റിയില്ല. മകന് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റിയില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു, കോൺഗ്രസിന്റെ 5, 6 പതിറ്റാണ്ടുകളുടെ ഭരണഫലമായിട്ട് ഭാരതത്തിലുണ്ടായിരിക്കുന്ന കെടുതികളെ സംബന്ധിച്ച് ജനങ്ങൾ ബോധവാന്മാരാണ്. ഇവര് സ്ഥലത്ത് ഭരണത്തെ കയറിയിരിക്കട്ടെ, ഇവര് വിവരക്കെടുകൾ വിളിച്ചു പറയാണ്, ഞങ്ങൾ മുഴുവൻ സൗജന്യം കൊടുക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ ആനുകൂല്യം കൊടുക്കാം. എവിടെ നിന്നാണ് ഇവരുടെ കയ്യിൽ പണമുള്ളത്? ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് എന്താണ് ചെയ്തതെന്നുള്ളത് പഠിക്കേണ്ടതാണ്. ഒന്നും ചെയ്തിട്ടില്ല. കോൺഗ്രസ് ചെയ്തിരിക്കുന്ന മുഴുവൻ വിവരക്കേടുകൾ മാത്രമാണ്. ആ വിവരക്കേടിന് തിക്താനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിലെ 70% ആളുകൾക്കും വീടുണ്ടായിരുന്നില്ല. 50% വീടുകളിലും അതിലുള്ള വീടുകളിലൊന്നും കക്കൂസ് പോലും ഉണ്ടായിരുന്നില്ല. കുടിക്കാൻ കുടിവെള്ളം പല ഗ്രാമങ്ങളിൽ എത്തിയിരുന്നില്ല. വൈദ്യുതി മിക്കവാറും വീടുകളും ഗ്രാമപ്രദേശങ്ങളിൽ എത്തിയിരുന്നില്ല. അങ്ങനെ ഭാരതത്തിന്റെ സാമ്പത്തിക രംഗവും, ഭാരതത്തിന്റെ കാർഷിക രംഗവും, ഭാരതത്തിന്റെ വ്യവസായ രംഗവും പാടെ തകർന്നൊരവസ്ഥയിലായിരുന്നു കോൺഗ്രസ് ഭരണത്തില്.
കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒറ്റ ലക്ഷ്യമാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന 1975 തൊട്ടു മുന്നെയുള്ള മലയാള മനോരമ ദിനപത്രം കേരളത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു ആഴ്ചയില് കേരളത്തിൽ കൊടുക്കാൻ വേണ്ടി 800 ഗ്രാം അരിയുള്ളൂ. 800 ഗ്രാം അരി. ഇത്ര ദയനീയാവസ്ഥയായിരുന്നു. ഇവിടെ കേരളം ഭരിച്ച മറ്റു സർക്കാരുകളുണ്ടല്ലോ. എന്നെ കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും പറയട്ടെ, മാർക്സിസ്റ്റുകാരും ഭരിച്ചിരുന്നല്ലോ കേരളം, കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്നില്ലെന്നല്ലോ 1957 67 ഒക്കെ. ആ സമയത്ത് അരി കൊടുക്കാതെ കണ്ട് കേരളത്തിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പരിശ്രമിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഇത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്. അല്ലെങ്കിൽ ഇവർ ധൈര്യം കൊണ്ട് ഇവർ കേസ് കൊടുക്കട്ടെ. 1967 ഇന്ദിരാഗാന്ധിയാണ് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കണ്ട് കേരളത്തിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഒന്നാമത്. രണ്ടാമത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അതിന്റെ പേരിൽ ആ ഒന്നാമത്തെ സർക്കാരിനെ പിരിച്ചുവിട്ട് പോലും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ഇവര് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കോൺഗ്രസിന് ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. കോൺഗ്രസിന്റെ കെടുതികളെ സംബന്ധിച്ച്, കോൺഗ്രസിന്റെ ചെയ്തികളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട്. ആ ബോധ്യം വന്ന സമയത്ത് കോൺഗ്രസിനെ പടിയടച്ച് പിണ്ണവെച്ചു ജനങ്ങള്. ഒരു കാലത്ത് കോൺഗ്രസ് ആണെന്നൊക്കെ പറഞ്ഞ് അഭിമാനത്തോടുകൂടി നടന്നിരുന്ന ആളുകൾ പോലും ഇന്ന് കോൺഗ്രസിനെ വെറുക്കാൻ തുടങ്ങി, കോൺഗ്രസിനെ അറയ്ക്കാൻ തുടങ്ങി, കോൺഗ്രസിനെ പടിക്ക് പുറത്താക്കാൻ തുടങ്ങി. ഒരു സമയത്ത് അറിയാലോ, ഉത്തർപ്രദേശില് ഇവര് വലിയൊരു സംസ്ഥാനം ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിൽ കമലാവധി ത്രിപാഠി, KC പന്തിന്റെ അച്ഛനായിട്ടുള്ള ഗോവിന്ദ് പന്ത് തുടങ്ങി നിരവധി ആളുകൾ, മഹാന്മാരായിരിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രിയായിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്ന് കോൺഗ്രസിന് മറ്റേ കാണണമെങ്കിൽ അനിസ്പ്രയുടെ പോലെയാ, പൊടി പോലും എല്ലാം കണ്ടുപിടിക്കുക എന്നുള്ള അവസ്ഥയിലാ. അവിടെയാണ് അമിത്ഷായുടെ സവിശേഷതയുള്ളതാണ്. ഒരു കാലത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഉത്തർപ്രദേശിലേക്ക് അമിത്ഷാ 2014 ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തോട് എല്ലാവരും ചോദിച്ചു എത്ര സീറ്റ് BJPക്ക് കിട്ടും. 60. അദ്ദേഹം പറഞ്ഞു 60+. ആകെ 80 സീറ്റാ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സീറ്റ്. അവസാനം അദ്ദേഹം പറഞ്ഞ പോലെ 62 63 സീറ്റാ പ്രാവശ്യം കിട്ടിയത്. അവിടെ മാത്രമല്ല, ബംഗാൾ ഇപ്പൊ അദ്ദേഹം പിടിക്കുന്നു പറഞ്ഞു. ബംഗാൾ പിടിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ബംഗാളോ, അത് നടക്കുന്ന കാര്യമല്ല. കാരണം പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ കേന്ദ്രമാണ്, പിന്നെ മമതാ ബാനർജിയുടെ കേന്ദ്രമാണ്. ആരാണ് നിങ്ങൾക്കൊരു നേതാവുള്ളത് എന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് അമിത്ഷാ പറഞ്ഞു, ഞങ്ങൾക്ക് ആരാണ് നേതാവ് എന്നുള്ളത് ഇലക്ഷൻ കഴിയുമ്പോൾ ഞങ്ങൾ കാണിക്കാം, ഞങ്ങൾ ജയിക്കോടെ, ഞങ്ങൾ അധികാരത്തിലെത്തും. 3-2 ഭൂരിപക്ഷത്തോടു കൂടി കണ്ട് ബംഗാളിൽ അധികാരത്തിലെത്തി. സമാനമായിട്ടുള്ള രീതിയിലായിരുന്നു ഒരു 6 വർഷക്കാലങ്ങൾക്ക് മുമ്പായിട്ട്, 6-7 കൊല്ലത്തിന് മുമ്പായിട്ട് ത്രിപുരയിലെ അവസ്ഥ എങ്ങനെയാ? 1.5% വോട്ട് കിട്ടിയിട്ടുള്ള BJP, ആ BJP അധികാരത്തിലെത്തില്ല. ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു 10 സീറ്റ് അല്ലെങ്കിൽ 15 സീറ്റാണ് കിട്ടാൻ പോവുക. ഇലക്ഷൻ കഴിഞ്ഞു, എത്ര സീറ്റാണ് കിട്ടിയേ? 40-ലധികം സീറ്റ് BJP കിട്ടി. BJP അധികാരത്തിലെത്തി. അവിടെ ത്രിപുര ഭരിക്കുന്ന BJP ആണ്. അവിടെ നിരന്തരം ഭരിച്ചുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരൻ നിലം തൊടാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. ഹരിയാനയിലെ അവസ്ഥ എങ്ങനെയാ? കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. അവിടെയാണ് നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ച സ്ഥലം. ഈ പറയുന്ന സ്ഥലത്തും നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞല്ലോ BJPക്കാരുടെ അടപടലം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ. കേരളത്തിലെ പത്രമാധ്യമ രംഗത്തുള്ള മഹാവിശാരദന്മാരായിരിക്കുന്ന ആളുകൾ വലിയ ചർച്ചയൊക്കെ നടത്തി. അത് ഏഷ്യാനെറ്റിലെയും മലയാള മനോരമയിലെയും അതുപോലെ തന്നെ മറ്റുള്ള ന്യൂസ് 24 അടക്കമുള്ള ചാനലുകളിലെ ആളുകൾ നിരന്തരമായിട്ട് ഗീർവാണങ്ങൾ അടിച്ചുകൊണ്ടിരുന്നു. ദാ തകർന്നു BJP, ഇനിയിപ്പോ എന്താ അടപടലം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ചത്. അവസാനം അടപടലം അവിടെ ആർക്കാ പറ്റിയത്? അത് കോൺഗ്രസിന് പറ്റി. കാരണം കാശ് വാങ്ങിച്ച് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ജൽപ്പനം നടത്തുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം ശ്രദ്ധിക്കേണ്ട വസ്തുത. ഇത് വസ്തുത, ജനവികാരം ഇവർക്കറിയില്ല, കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയില്ല, മറ്റുള്ളവർക്കറിയില്ല. സമാനം തന്നെയാണ് ഇപ്പോൾ പഞ്ചാബിന്റെ അവസ്ഥ. പഞ്ചാബിനെ സംബന്ധിച്ച് പഞ്ചാബിന്റെ ജനവികാരം കോൺഗ്രസിന്റെ ആപ്പിന്റെ ചെയ്തികൾക്കെതിരായിട്ടുള്ള വികാരമുണ്ട്. അതൊരു അതിശക്തമായുള്ള വികാരമാണ്. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ എനിക്ക് എത്ര ശതമാനം എനിക്ക് ഓർമ്മയില്ല, ചെറിയ ശതമാനമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ അതൊന്നും വിഷയമല്ല. വരുന്ന തെരഞ്ഞെടുപ്പിനകത്ത് പഞ്ചാബിൽ സമൂലമായുള്ള പരിവർത്തനം വരും. അത് ഉത്തർപ്രദേശിനെ പോലെ, അത് ബംഗാളിനെ പോലെ, അത് ബീഹാറിനെ പോലെ, ഹരിയാനയെ പോലെ, മധ്യപ്രദേശിനെ പോലെ, രാജസ്ഥാനെ പോലെ, ഗുജറാത്തിനെ പോലെ BJPയുടെ കയ്യിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം BJP മാത്രമാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. കോൺഗ്രസിൻ്റെ കെടുകാര്യസ്ഥത അതിനകത്ത് പങ്കുണ്ട്, ഭരിക്കുന്ന ആപ്പിൻ്റെ കെടുകാര്യസ്ഥത അതിനകത്ത് പങ്കുണ്ട്. കഴിവുകെട്ട ആളുകളുടെ, കഴിവുണ്ടെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിക്കൊണ്ട് അഴിമതി നടത്തുന്ന ആളുകളുടെ, ഇവരുടെ എല്ലാ ചെയ്തികൾക്കെതിരായിട്ടുള്ള ശക്തമായുള്ള പ്രതിഫലനം അതവിടെ പഞ്ചാബിൽ ഉരുത്തിരിഞ്ഞു വരും. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ അതിർത്തി സംസ്ഥാനമാണ്, ഭാരതത്തിൻ്റെ ആളുകളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ആ നിലനിൽപ്പിന് BJP അധികാരത്തിൽ വരുന്നതാണ് ഉപയുക്തമെന്ന് ജനങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നതിലാണ് എനിക്കേറെ സന്തോഷമുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്.
അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.